Hi Kirat Jay and welcome back to my channel. Kirat's 2026 Navy SSR MR Medical Assistant notification വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളുമാണ്. ആന ഡിഫൻസ് അക്കാഡമി ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്യേണ്ട വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 1 or 2 days നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഒരു തെറ്റും വരുന്നതായിരിക്കത്തില്ല. 100% ഗ്യാരണ്ടിയോടെ ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തേക്കാണെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വീഡിയോയ്ക്കകത്ത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ 2025 ഫസ്റ്റ് ഇൻടേക്കിലും സെക്കൻഡ് ഇൻടേക്കിലും ഏറ്റവും കൂടുതലും കുട്ടികൾക്കും സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ഫുൾ കാണുക, ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അതിനു മുമ്പേ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. 10ാം ക്ലാസ് പാസ്സായവർക്കും അതേപോലെ തന്നെ +2 പാസ്സായവർക്കും സ്പെഷ്യലി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ എല്ലാ പോസ്റ്റിലേക്കും. പക്ഷേ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് ഓൺലി ആൺകുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളെ, ഫോം ഫില്ല് ചെയ്യാൻ ആവശ്യമായ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നോക്കൂ, നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികളെ, 10th മാർക്ക് ഷീറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. ഒന്നിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോയാൽ മതി. പിന്നെ +2 മാർക്ക് ഷീറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ +2 പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ അപ്പിയറിംഗ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കി പ്രൊസീജിയർ പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ആധാർ കാർഡ്. ആധാർ കാർഡ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒറിജിനൽ എവിടെ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി. ഫോം ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കോപ്പി കൊണ്ടുപോയാലും മതി. അതോടൊപ്പം തന്നെ ഈ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. OTP വരുന്നതായിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇമെയിൽ ID. ഈ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കുട്ടികളെ. അത് നിങ്ങളുടെ തന്നെ ആയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും ഇന്ത്യൻ നേവി ഏതെങ്കിലും അപ്ഡേറ്റ് ഔട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ലഭിക്കാനും വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് മെയിൽ ID നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ടായിരിക്കണം. മൊബൈൽ നമ്പറും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ മെയിൽ IDയിൽ കൂടിയായിരിക്കും. ക്ലിയർ ആയാലോ? അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ നിങ്ങളുടെ തന്നെ അവിടെ കൊടുക്കണം. കഫേയിലെ സ്റ്റാഫിൻ്റെ മെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ ഒന്നും തന്നെ കൊടുക്കരുത്. ക്ലിയർ ആയാലോ? അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 2 പോയിന്റും. നെക്സ്റ്റ് ആണ് NCC സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ കയ്യിൽ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. കാരണം NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സ്റ്റേജ് 1ൻ്റെ എക്സാം എഴുതണ്ട. എന്നാലോ എക്സാം ഹാളിൽ പോകണം. ഹാളിൽ ചെന്നിട്ട് അവിടെ അറ്റൻഡൻസ് കൊടുത്തിട്ട് ആ ഹാളിൽ ഇരിക്കണം. അതിനുശേഷം തിരിച്ചു വരാം. അവർക്ക് സ്റ്റേജ് 2ലെ റിട്ടേൺ എക്സാം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. NCC A സർട്ടിഫിക്കറ്റ്, B സർട്ടിഫിക്കറ്റ്, C സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ബെനിഫിറ്റ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ആണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് JPG സൈസിലായിരിക്കണം. അതേപോലെ തന്നെ 300 KB അടുത്തായിരിക്കണം. സൈസ് എത്രയാണ്? 300 KB ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡൊമസൈൽ സർട്ടിഫിക്കറ്റും പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ടൈം ഇനിയുണ്ട്, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ക്ലിയർ. നെക്സ്റ്റ് ആണ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. ഇവിടെയും ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ സ്ലേറ്റ് പിടിച്ചില്ല, ഞാൻ ഫോട്ടോ എടുത്തില്ല, ഞാൻ താടി വെച്ചിരുന്നെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളെല്ലാം. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എടുക്കണം. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. JPG സൈസ് ആയിരിക്കണം. 300 KB ആണ് മാക്സിമം സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൈസ് എത്രയാണ്? 50 KB ആണ്. അതേപോലെ തന്നെ JPG സൈസ് ആയിരിക്കണം. ക്ലിയർ? ഈ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഫോട്ടോ എന്ന് പറയുന്നത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികളെ നോക്കൂ, ഇതാണ് ഫോട്ടോയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതേ രീതിയിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളിവിടെ സ്ലേറ്റ് ഇതേ രീതിയിൽ പിടിക്കണം. സ്ലേറ്റിൽ നിങ്ങൾ നിങ്ങളുടെ നെയിം എഴുതണം. അതിനുശേഷം ഡേറ്റ് ഓഫ് ഫോട്ടോ അല്ലെങ്കിൽ DOP നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഡേറ്റ് ഓഫ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഈ ഡേറ്റ് ഓഫ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ദിവസമാണ് ഫോട്ടോ എടുക്കുന്നത് ആ ഒരു ഡേറ്റ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. DOP. പിന്നെ നിങ്ങളുടെ നെയിമും ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, സൈസ് 10 KB to 50 KB. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ ആയിരിക്കണം. അതും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ ആയിരിക്കണം, പഴയ ഫോട്ടോ ഒന്നും ആകരുത്. ക്ലിയർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണേ കുട്ടികളെ, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ ക്യാപ്പ് ഒന്നും വെച്ച് നിങ്ങൾ ഒരിക്കലും ഫോട്ടോ എടുക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ബ്ലാക്ക് ബോർഡാണ്, അതിനകത്ത് വൈറ്റ് ചോക്ക് വെച്ച് വേണം നിങ്ങൾ എഴുതേണ്ടുന്നത്. ക്ലിയർ ആയാലോ? ഇത്രയുമാണ് ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ക്ലിയർ ആയാലോ? ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ പോകുന്നൊരു കേഡറ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ അതോ ഇല്ലയോ എന്ന്. വീഡിയോ ഷെയർ ചെയ്യുക. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 പ്രിപ്പറേഷനും സ്റ്റേജ് 2 പ്രിപ്പറേഷൻ ലഭിക്കുന്നതായിരിക്കും. 2026 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 2 ഇൻടേക്കിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഇൻടേക്കിൻ്റെ ബെനിഫിറ്റും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. സ്റ്റേജ് 1 സ്റ്റേജ് 2. സ്റ്റേജ് 1 റിട്ടേൺ എക്സാമിൻ്റെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം സ്റ്റേജ് 2 പോകുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും പ്ലസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ. ടോട്ടൽ ഫീസ് കുട്ടികളെ നോക്കൂ. SSR MAയുടേത് 4000 ആണ്, MRൻ്റെ 2500 ആണ്. ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് കിട്ടും. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാം. പിന്നെ ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. SSR MR മെഡിക്കൽ അസിസ്റ്റൻ്റ് ടോട്ടൽ 30 മോക്ക് ടെസ്റ്റ് വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയാലോ? അതേപോലെ തന്നെ ബാച്ചിൻ്റെ ഫുൾ ഫെസിലിറ്റീസ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് അത് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ആന ഡിഫൻസ് അക്കാഡമി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോയിൽ, അതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പറിലും സേവ് ചെയ്യുക. വേണമെങ്കിൽ കോൾ ചെയ്യുക, വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജും ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫോം ഫില്ലിംഗ് വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.